നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിനെതിരെ സൈബർ പോലീസിന് പരാതി നൽകി സുമതി വളവ് ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും. മുരളിയുടെ വീഡിയോ പുറത്തു വന്ന ശേഷം കടുത്ത സൈബർ ആക്രമണം നേരിടുന്നതുകൊണ്ടാണ് പരാതി. ഉടൻ മാനനഷ്ട കേസ് നൽകുമെന്നും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള. ആരോപണങ്ങൾക്ക് മുന്നിൽ ഉണ്ണിമുകുന്ദനാണെന്ന വാദം തെറ്റാണെന്ന് മുരളി കുന്നുംപുറം ന്യൂസ് 18നോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. 100%. കാരണം ഉണ്ണിമുകുന്ദൻ ആ വീഡിയോ കണ്ടാണ് എന്നെ വിളിച്ചത്. ഉണ്ണിമുകുന്ദൻ ആ വീഡിയോ കൊണ്ടാണ് എന്നെ വിളിച്ചത്. ഉണ്ണിമുകുന്ദൻ ചേട്ടാ വിഷമിക്കാതിരിക്കും, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അതേപോലെ ജയസൂര്യൻ വിളിച്ചു പറഞ്ഞു പേടിക്കണ്ട, നമുക്ക് കൂട്ടിയിട്ടുണ്ട്. ഇനി ജയസൂര്യൻ സിനിമ ഫീൽഡിൽ നിന്ന് ആരെങ്കിലും പൈസ നിങ്ങൾ ബുദ്ധിമുട്ട് ഞാൻ സംസാരിക്കാം. അത്രയും ജയസൂര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കാതിരിക്കും. അതേപോലെ പ്രദേശ് 2 പ്രാവശ്യം ഇവിടെ വന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, മുരളി കുന്നുംപുറത്തിന്റെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വീണ്ടും ആളിക്കത്തുകയാണ്. സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതിനിടെ ഇത് ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഉണ്ണി മുകുന്ദനാണെന്ന ആരോപണവുമായി ഇന്നലെ അഭിലാഷ് പിള്ളയും സംവിധായകനും രംഗത്തെത്തിയിരുന്നു. ഇന്ന് അവർ അല്പം കൂടി നിയമപരമായി മുന്നോട്ട് പോവുകയാണ്. അതായത് മുരളി കുന്നുംപുറത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു, സൈബർ പോലീസ് പരാതി നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് നിയമ നടപടികൾ? എന്താണ് അഭിലാഷ് പിള്ളയും അതോടൊപ്പം തന്നെ സംവിധായകനും ഈ പരാതിയിൽ വ്യക്തമാക്കുന്ന കാര്യം? ടോം, ഇന്നലെ ഇവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ അറിയിച്ചത് ഈ ആരോപണം വന്നതിന് ശേഷം, അതായത് മുരളി കുന്നുംപുറത്തിന്റെ വീഡിയോ ഇത്രയേറെ പ്രചാരണമായതിനു ശേഷം ഇവർക്ക് നേരിടേണ്ടി വരുന്നത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ്. പ്രത്യേകിച്ച് ഈ അഭിലാഷ് പിള്ള, മാളികപ്പുറം എന്ന ചിത്രത്തിന്റെയും അതോടൊപ്പം തന്നെ സുമതി വളവ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള അഭിലാഷ് പിള്ളയും സംവിധായകൻ വിഷ്ണുവും വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഈ മുരളി കുന്നുംപുറം ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോയത് ഇവർ കാരണമാണ് എന്ന തരത്തിലാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. ഒപ്പം ഇവരുടെ രാഷ്ട്രീയമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ സൈബർ ലോകത്ത് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കുടുംബത്തിനും വലിയ മാനസിക വിഷമമാണ്, വലിയ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടാകുന്നതുകൊണ്ട് ഇതിനെല്ലാം പിന്നിൽ ഉള്ള PR വർക്കായി പ്രവർത്തിക്കുന്നത് ഉണ്ണി മുകുന്ദനാണ് എന്നൊരു പരാമർശം കൂടി ഇന്നലെ നടത്തുകയുണ്ടായി. ഇത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുകയുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തങ്ങൾക്ക് നേരിടുന്ന സൈബർ ആക്രമണത്തിനെതിരെ ഒരു കൊച്ചി സൈബർ പോലീസിന് മൂവരും ചേർന്ന് പരാതി നൽകിയിരിക്കുന്നത്. അതായത് നദികൾ സുന്ദരി യമുന എന്ന ചിത്രത്തിന്റെ സംവിധായകരുമുണ്ട്. ഇവർ 3 പേരും ചേർന്നാണ് സൈബർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. തങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല, അറിയാത്ത കാര്യത്തിലാണ് ഇത്രയും വലിയൊരു സൈബർ ആക്രമണം നേരിടുന്നത്. അത് ഇന്നലെ അഭിലാഷ് പിള്ള പത്രസമ്മേളനത്തിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പ്രിന്റ് എടുത്തുകൊണ്ട് വന്ന് കാണിച്ചിരുന്നു. അത് തെളിവുകൾ സഹിതമാണ് കാണിച്ചത്. അത് ഈ സിനിമ PR ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ അത് ആരാണെന്ന് അറിയില്ല. പലരും ഫേക്ക് ഐഡിയാണ്. ഫേക്ക് ഐഡികളിൽ നിന്നുമാണ് തങ്ങൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കൊച്ചി സൈബർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവരുടെ പരാതിയിൽ കൂടുതൽ ആളുകളെ പിടികൂടും, അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഈ PR വർക്കിലെല്ലാം പിറകിൽ ഉണ്ണി മുകുന്ദനാണ് എന്നൊരു ഒരു പരാമർശം കൂടി ഇന്നലെ അവർ നടത്തിയിരുന്നു. അത് പറയാൻ കാരണം ഈ വിഷ്ണു എന്ന മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണുവുമായി ഉണ്ണിമുകുന്ദൻ ഒരു തർക്കമുണ്ടായിരുന്നു. അത് പിന്നീട് ഉണ്ണിമുകുന്ദൻ തന്റെ മാനേജറെ വിപിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും കേസുകളും ഒക്കെ ഉണ്ടായി. അന്ന് വിഷ്ണു ഉണ്ണിമുകുന്ദനൊപ്പം നിന്നില്ല. അന്ന് മുതൽ തുടങ്ങിയ പ്രതികാരമാണ് ഉണ്ണിമുകുന്ദന്. തന്നോട് എന്താണ് പ്രതികാരമെന്ന് അറിയില്ല എന്നാണ് ഈ മാളികപ്പുറത്തിന്റെ തിരക്കഥാകൃത്തും വ്യക്തമാക്കിയത്. എന്തായാലും ഈ മുരളി ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുമ്പോഴും എങ്ങനെയാണ് ഉണ്ണിമുകുന്ദൻ മുരളിക്കൊരു ഡേറ്റ് കൊടുക്കുക, അതറിയാൻ സാധിക്കുന്നില്ല. ഇത് തന്നെ മനസ്സിലാകുന്നില്ല. മുരളിയെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുവാനും തങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ പടച്ചുവിടുന്നതും ഉണ്ണിമുകുന്ദനാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണിമുകുന്ദനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഉണ്ണിമുകുന്ദൻ ഇതിൽ പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ B ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഇവരുടെ പരാതി, അതായത് അഭിലാഷ് പിള്ള അടക്കവും മറ്റ് 2 സംവിധായകരും ഫെഫ്കയ്ക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പരാതി നൽകിയിട്ടുണ്ട്. സംവിധായകർ ആ സിനിമയുടെ 2 ചിത്രങ്ങളുടെയും കണക്ക് സംഘടനയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ മുരളി കുന്നുംപുറവും അതോടൊപ്പം തന്നെ മറ്റ് 2 ചിത്രത്തിന്റെ സംവിധായകന്മാരും തിരക്കഥാകൃത്തും ഉണ്ടാകും. ഇവരെല്ലാവരും ചേർന്നിരുന്നൊരു ചർച്ചയുണ്ടാകും. ആ ചർച്ചയിൽ മുരളി കുന്നുംപുറം തനിക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്കും മുന്നോട്ട് വെക്കട്ടെ. അതിനുശേഷം ഇത് രമ്യമായി പരിഹരിക്കാമെന്നാണ്
ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, സംവിധായകരാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം, നടന്മാരാണ് ഒരു സിനിമ സംവിധാനം ചെയ്തത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വളരെ മോശമാണ്. അത്തരത്തിലൊന്നും പറയാൻ പാടില്ല. ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഒരു സിനിമ ഇറങ്ങുന്നത്. അതിനെ നശിപ്പിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ പല സിനിമകളിലും എഡിറ്റർമാർക്ക് നിർദ്ദേശം നൽകുന്നത് നടന്മാരാണ്. ആ പ്രവണതയും അവസാനിപ്പിക്കണം. ചില എഡിറ്റർമാർ പരാതി നൽകിയിട്ടുണ്ട് എന്നുകൂടിയാണ് ബി ഉണ്ണികൃഷ്ണനും വ്യക്തമാക്കിയത്. എന്തായാലും സുമതി വളവിലെ വിവാദം അതിപ്പോഴും അവസാനിക്കുന്നില്ല. ഓരോ പ്രതികരണങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തീർച്ചയായും നവമി, അതിനിടെ ഇന്നലെ മുരളി കുന്നംപുറം ന്യൂസ് 8 ചില പ്രതികരണം തന്നിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ, ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഉണ്ണി മുകുന്ദന് യാതൊരു പങ്കുമില്ല, ഉണ്ണി മുകുന്ദന് ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്താണ് ഈ വീഡിയോ ഇറക്കിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് എന്തുകൊണ്ടാണ് അത്തരം ഒരു വീഡിയോ പങ്കുവെച്ചു, തൊട്ട് പിന്നാലെ തന്നെ അത് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. അതിനുശേഷമാണത് വലിയ രീതിയിൽ പ്രചരിച്ചത്. സുമതി വളവ് ഉൾപ്പെടെയുള്ള സിനിമകളുടെ അണിയറ പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നത്, സൈബർ ആക്രമണമൊക്കെ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകാൻ മുരളി കുന്നംപുറം തയ്യാറായോ? ശരിക്കും ഈ വീഡിയോ മുരളി കുന്നംപുറം തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് വിഷുവിന് മുൻപാണ്. ആ സമയത്ത് തന്നെ അഭിലാഷ് പിള്ള വിളിച്ചു ചോദിച്ചു എന്ന് അഭിലാഷ് പിള്ള തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അത് തനിക്കൊരു അബദ്ധം പറ്റിയതാണ്, അത് താൻ സോഷ്യൽ മീഡിയയിൽ തന്നെ തന്റെ പേജിൽ നിന്ന് അത് മാറ്റാം എന്ന് ഇവരോട് പറയുകയും ചെയ്തു. അതനുസരിച്ച് മുരളി ആ വീഡിയോ തന്റെ പേജിൽ നിന്ന് റിമൂവ് ചെയ്തു. പിന്നീട് അത് മറ്റൊരു അക്കൌണ്ടിൽ കൂടിയാണ് ഇത് വീണ്ടും ഒരു വിവാദമായി മാറിയിരിക്കുന്നത്. അതിന് പിന്നിൽ, അതായത് ആ പോയ വീഡിയോ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഉണ്ണിമുകുന്ദനാണെന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ രണ്ട് സംവിധായകരും തിരക്കഥാകൃത്തും വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് രാവിലെ ന്യൂസ് 18 അദ്ദേഹം അതിഥിയായി വന്നപ്പോൾ മുരളി കുന്നംപുറം പറഞ്ഞത് ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുകയാണ്. ഉണ്ണിമുകുന്ദൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട യാതൊരു പങ്കുമില്ല. തനിക്കുണ്ടായ വിഷമം അല്ലെങ്കിൽ തനിക്കുണ്ടായ ദുരനുഭവം, നഷ്ടം, ഇതിനെക്കുറിച്ചാണ് താൻ ആ വീഡിയോയിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇന്നലെ അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നാണ് മുരളി കുന്നംപുറം പറയുന്നത്. അതോടൊപ്പം തന്നെ സുമതി വളവ് രണ്ടാം ഭാഗം ഈ വിഷ്ണുവും ഇതിന്റെ തിരക്കഥാകൃത്തുമായിട്ടുള്ള അഭിലാഷ് പിള്ള ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇനി അവരുമായി താൻ ഇനി ഒരു വിധത്തിലും അസോസിയേറ്റ് ചെയ്യില്ല, അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള സഹകരണവും ഉണ്ടാകില്ല. പകരം മറ്റ് തന്റെ ബിസിനസ്സുമായിട്ടും മറ്റ് സിനിമകളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ന്യൂസ് 18നോട് ഇന്ന് മുരളി കുന്നംപുറം പറഞ്ഞിരിക്കുന്നത്. യെസ് നവമി, അതോടൊപ്പം അറിയേണ്ടത് എന്തായാലും ഈ സംഭവം നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് സിനിമാ സംഘടനകൾക്കടക്കം പരാതി ഇരുവിഭാഗവും നൽകിയിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ വസ്തുത എന്ന് അറിയണം. അത്തരമൊരു ഒരു ചതി മുരളി കുന്നംപുറത്തിന് സംഭവിച്ചിരുന്നോ? അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തിയതാണോ അതല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ ഈ അഭിലാഷ് പിള്ള ഉൾപ്പെടെയുള്ളവർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, വളരെ പെട്ടെന്ന് പ്രകോപിതനാകുന്ന ഒരു പ്രകൃതമുള്ള വ്യക്തിയാണ് മുരളി കുന്നംപുറം, അതുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചതാകാമെന്ന്. യഥാർത്ഥ സിനിമയാകുമ്പോൾ നമുക്കറിയാം നിർമ്മാതാക്കൾക്ക് നഷ്ടമുണ്ടാകാം, ചിലപ്പോൾ വലിയ രീതിയിൽ ലാഭമുണ്ടാകാം, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ കുറച്ചു പേരെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നു, ആരോപണ നിഴലിലാക്കുന്നു. അതായിരിക്കുമോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതല്ലെങ്കിൽ ഈ വിഷയം ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ട് പോകുന്നത് മലയാള സിനിമയ്ക്ക് അത്ര നല്ലതല്ലല്ലോ, ഒരു നല്ല പ്രവണതയല്ലല്ലോ. സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ? ഒരു ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടോ? സംഘടനകളും ആ രീതിയിൽ തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇത് പരസ്യമായി മാധ്യമങ്ങളിലൂടെ ഇരുവിഭാഗക്കാരും വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ അത് സ്വാഭാവികമായും സിനിമയെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. സിനിമാ സംഘടനയിലെ അംഗങ്ങൾക്കും ഇതിൽ വലിയ അമർഷമുണ്ട്. അതുകൊണ്ട് ഇത് എത്രയും വേഗം പരിഹരിക്കുക എന്നത് തന്നെയാണ് ഇരു സംഘടനകളും, ഫെഫ്കയും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെയോ മറ്റന്നാളോ ഒരു യോഗം ചേരും. ആ യോഗത്തിൽ മുരളി കുന്നംപുറം തനിക്കുണ്ടായ നഷ്ടം ഏത് വിധത്തിലാണ്,
എത്രമാത്രം നഷ്ടമുണ്ടായി, കോടികളുടെ നഷ്ടമുണ്ടായി എന്ന് പറയുന്നത്, 7 കോടിയുടെ നഷ്ടമാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള ബില്ലുകൾ, തെളിവുകൾ ഇതെല്ലാം തന്നെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുരളി കുന്നുംപുറം ഇതുവരേക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പരാതി നൽകിയിട്ടുമില്ല. അതേസമയം ഈ 2 സംവിധായകരും, അതായത് നദികൾ സുന്ദരി യമുന എന്ന ചിത്രത്തിന്റെ സംവിധായകനും സുമതി വളവിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും ഇവർ 3 പേരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഫെഫ്കയിലും പരാതി നൽകിയിട്ടുണ്ട്. ഫെഫ്കയ്ക്ക് മുന്നിൽ അവർക്ക് ഉണ്ടായ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ബജറ്റിന്റെ കണക്കുകളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടു എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്. അങ്ങനെ ഇവരുടെ 2 സംഘടനകളുടെയും മധ്യസ്ഥതയിൽ ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇതിനെ ഒരു രമ്യമായി പരിഹരിക്കുക എന്നൊരു നീക്കത്തിലേക്കാണ് സംഘടനയെ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും നാളെയോ മറ്റന്നാളോ ആയിരിക്കും ആ യോഗം ചേരുക. ഇപ്പോൾ അഭിലാഷ് പിള്ള അടക്കം ഇന്നലെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് ഒരു മദ്യപാനത്തിൽ നിന്നുമുള്ള ഒരു വിഡ്രോവൽ സിംറ്റമിന്റെ ഭാഗമായി വലിയ രീതിയിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആത്മഹത്യാ ഭീഷണി ഇത് ആദ്യമായിട്ടല്ല. അവർ പറയുന്നത്, നിങ്ങൾ ഈ ആത്മഹത്യാ ഭീഷണി ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, ഞങ്ങളിത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രകോപനം. ഒരു സിനിമ ചെയ്ത് അത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ സിനിമയിലെ അണിയറ പ്രവർത്തകരെല്ലാം മോശക്കാരാണ്, അല്ലെങ്കിൽ അവർക്കൊന്നും സംവിധാനം അറിയില്ല എന്ന തരത്തിൽ ഇദ്ദേഹം പരാമർശം നടത്തുന്നത് ഇതാദ്യമായിട്ടല്ല. ഇതിനു മുൻപ് അദ്ദേഹം ചെയ്ത് സിനിമകളിലെ സംവിധായകരെ എല്ലാം വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ മോശമാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീഴ്ചയാണ് മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചതെന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ ഇവരെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സംഘടന ഈ വിഷയത്തെ രമ്യമായി പരിഹരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകി. എത്ര വേഗം തന്നെ ഈ വിവാദം കെട്ടടങ്ങുമെന്ന് പ്രതീക്ഷിക്കാൻ സിനിമാ സംഘടനകൾ ഇടപെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.